നമസ്കാരം, സ്വാഗതം. സകലമാന കേരളത്തിലേക്ക് പ്രധാന വാർത്തകൾ. കാസർകോട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിന്റെ മരണം കൊലപാതകം. മന്ത്രവാദിനിയായ യുവതിയുടെ കൂട്ടാളികളും അറസ്റ്റിൽ. മന്ത്രവാദത്തിലൂടെ തട്ടിയെടുത്ത 600 പവൻ സ്വർണം തിരികെ ചോദിച്ചതിന് കൊലപ്പെടുത്തിയെന്ന് പോലീസ്. കൊല നടന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ. എലത്തൂരിൽ HPCL പ്ലാന്റിലെ ഇന്ധനച്ചോർച്ച തുടരുന്നു. അടിയന്തര യോഗം വിളിച്ച് ജില്ലാ കളക്ടർ. കാരണം കണ്ടെത്താൻ പരിശോധന നടത്തി വിവിധ വകുപ്പുകൾ. കുപ്പികളിലും കന്നാസുകളിലുമായി ഡീസൽ ശേഖരിച്ചു നാട്ടുകാർ. കൊഴിഞ്ഞാമ്പാറ പാലക്കാട് റോഡിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. നടപടി പാലക്കാട് പൊള്ളാച്ചി പാതയുടെ ദുരവസ്ഥയിൽ പ്രതിഷേധിച്ച്. കുഴികളിൽ വീണ അപകടം പതിവ് കാഴ്ച. നീലഗിരിയിൽ വനം വകുപ്പ് ജീവനക്കാർക്ക് നേരെ കാട്ടാന ആക്രമണം. വാഹനത്തിന്റെ ചില്ല് തകർത്തു. പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ. ഗൂഢാർവിള എസ്റ്റേറ്റിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടുപന്നി ശല്യത്തിൽ വലഞ്ഞ ആനക്കരയിലെ കർഷകർ. ഉമ്മത്തൂർ പാടശേഖരങ്ങളിൽ കൂട്ടമായെത്തി കാട്ടുപന്നികൾ. വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു. പരിഹാരം വേണമെന്ന് കർഷകർ. സന്നിധാനത്തേക്ക് അയ്യപ്പന്മാരുടെ ഒഴുക്ക്. 3 ആഴ്ച 11 ലക്ഷം തീർത്ഥാടകർ എത്തിയത് ഇതാദ്യം. പമ്പ മുതൽ സന്നിധാനം വരെ പ്രത്യേക നിയന്ത്രണമില്ല. നോക്കാം വിശദമായി തന്നെ. നീലഗിരിയിൽ വനം വകുപ്പ് ജീവനക്കാർക്ക് നേരെ കാട്ടാന ആക്രമണം. വാഹനത്തിനടുത്തേക്ക് ഓടിയെത്തി ആക്രമിക്കുകയായിരുന്നു. വാഹനത്തിന്റെ ചില്ല് തകർന്നു. കേടുപാടുകൾ സംഭവിച്ചു. ഞാൻ പറഞ്ഞ റിവേഴ്സ് വരുന്നേ. കറക്റ്റായിട്ട് ഓട്ടു വണ്ടി. ഇടുക്കിയിലെ കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ. ഗൂഢാർവിള എസ്റ്റേറ്റിലാണ് കാട്ടാന നിലയുറപ്പിച്ചിട്ടുള്ളത്. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടുപന്നി ശല്യത്തിൽ ദുരിതത്തിലായി പാലക്കാട് ആനക്കരയിലെ കർഷകർ. ഉമ്മത്തൂർ പാടശേഖരങ്ങളിൽ കൂട്ടമായെത്തിയ കാട്ടുപന്നികൾ വ്യാപകമായാണ് കൃഷി നശിപ്പിക്കുന്നത്. പ്രശ്നത്തിന് പരിഹാരം വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. പാലക്കാട് തൃത്താലയിലെ ആനക്കര ഭാഗങ്ങളിലാണ് ഒരിടവേളയ്ക്ക് ശേഷം കൃഷിയിടങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നത്. കുമ്പിടി ഉമ്മത്തൂർ പാടശേഖരത്തിലെ ഏക്കർ കണക്കിന് നെല്ലും പച്ചക്കറിയും കിഴങ്ങുമടങ്ങുന്ന കൃഷിയാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നിക്കൂട്ടമെത്തി നശിപ്പിച്ചത്. പാട്ടത്തിനെടുത്ത ഭൂമിയിൽ കർഷകനായ ഹമീദിന് നഷ്ടമായത് 1/2 ഏക്കറോളം നെൽകൃഷിയാണ്. 2 മാസം കൂടി പിന്നിട്ടാൽ കൊയ്യാറായ പൊന്മണി ഇനത്തിൽപ്പെട്ട നെല്ലാണ് കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിച്ചത്. ഇവിടെ മൊത്തം 45 ഏക്കർ 50 ഏക്കർ അടുത്തിന്റെ ഇവിടെ അതിൽ ഏതാനും സ്ഥലങ്ങളിലൊക്കെ ഇത് എത്തിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ചില ആൾക്കാർ മാത്രമേ ഒഴിവായിട്ടുള്ളൂ. മിക്കവാറും ആൾക്കാർ ഇതിൽപ്പെട്ടവരാണ്. ഇപ്പോൾ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാൻ തന്നെ ഭയമാണെന്നാണ് കുമ്പിടി മേഖലയിലെ കർഷകർ പറയുന്നത്. കപ്പയും വാഴയും ചേനയും ചേമ്പും തെങ്ങിൻ തൈകളും നിരന്തരം നശിപ്പിക്കാൻ തുടങ്ങിയതോടെ ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർ നേരിടുന്നത്. മണ്ണിലേക്ക് എന്ത് നട്ടുവെച്ചാലും രാത്രി കൂട്ടത്തോടെ എത്തുന്ന കാട്ടുപന്നികൾ പൂർണ്ണമായി നശിപ്പിക്കുന്നതാണ് പതിവ്. അതിനാൽ അടിയന്തരമായി അധികൃതർ കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ നിയമാനുസൃതം ഇല്ലായ്മ ചെയ്യാനുള്ള ഇടപെടൽ നടത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 പാലക്കാട്.
പത്തനംതിട്ടയിൽ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തതായി പരാതി. പണം നഷ്ടപ്പെട്ട 11ഓളം പേരാണ് പരാതിയുമായി രംഗത്ത് വന്നത്. കൂടുതൽ പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നും തങ്ങളുടെ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കണമെന്നുമാണ് തട്ടിപ്പിനിരയായവരുടെ ആവശ്യം. 2015 മുതൽ പണം നഷ്ടമായവരാണ് തട്ടയിൽ പ്രവർത്തിക്കുന്ന അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന്റെ പേരിൽ പരാതിയുമായി രംഗത്തെത്തിയത്. സഹകരണ സംഘം പ്രസിഡന്റ് വൈശാഖ് കുമാറും ഭാര്യ ശ്രീകലയും സഹകരണ സംഘത്തിലെ ജീവനക്കാരി ബീനാരാജും ചേർന്ന് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തെന്നാണ് പരാതി. മകനെ ജോലി കൊടുക്കാൻ ഒരു പൈസ നിങ്ങൾ തരണ്ട, ഒന്നും വേണ്ട, ഡിപ്പോസിറ്റ് ഒന്നും ഞങ്ങൾ വാങ്ങിക്കത്തില്ല എന്നും പറഞ്ഞ് വന്ന് സ്വാധീനിച്ച് അവർ ഞങ്ങളെ ക്രമേണ പരിചയം പുതുക്കി വലിയ പരിചയപ്പെട്ട് ലോഹ്യം കാണിച്ചു വന്ന് വീട് പണി കഴിഞ്ഞിരിക്കുന്ന സമയം ഒരു പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ടും ഭാര്യയെ കൊണ്ട് നിർബന്ധമായിട്ട് ഞങ്ങളോട് പറഞ്ഞ് ഭാര്യയുടെ ആഭരണം മൊത്തം പണയം വെപ്പിച്ച് 7.5 ലക്ഷം രൂപ കടമായിട്ട് തന്നാൽ മതി, അതിന്റെ ചെക്കും തന്നു. കടമായിട്ടാണെന്ന് പറഞ്ഞ് വാങ്ങിച്ച. എന്നിട്ട് മാർച്ച് 28 ഞങ്ങൾ ബാങ്കിൽ ചെന്നപ്പോൾ പൈസ ഇല്ല. പിന്നെ ഇയാളെ വിളിക്കുമ്പോൾ അയാൾ ഫോൺ എടുക്കത്തില്ല. വൈശാഖൻ പന്തളം തെക്കേക്കര പഞ്ചായത്ത് മുൻ പ്രസിഡന്റും പത്തനംതിട്ട ജില്ലാ സഹകരണ ബാങ്ക് ജീവനക്കാരനുമാണ്. തട്ടിപ്പിന് ഇരയായവരുമായി സൗഹൃദം സ്ഥാപിച്ച് ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത്. നിരവധി ആളുകൾ ഇത്തരത്തിൽ വഞ്ചിക്കപ്പെട്ടതായി പരാതിക്കാർ പറയുന്നു. എല്ലാം കൂടെ 4 പവൻ സ്വർണം കൊടുത്തു, അതിനൊരു റെക്കോർഡുമില്ല. അതുകൂടാതെ എല്ലാം കൂടെ കൊടുത്ത പൈസയ്ക്കും റെക്കോർഡില്ല. പിന്നെ ഞാൻ ഇങ്ങനെ പലപ്പോഴും അവിടെ ചെന്നു, മോന് ജോലിയൊന്നും വേണ്ട, ഡിഗ്രി കഴിഞ്ഞു, അതുകൊണ്ട് ആ പൈസ ഇങ്ങനെ തരാൻ പറഞ്ഞു. നിങ്ങളുടെ ജോലിയേ വേണ്ടെന്ന് പറഞ്ഞു, നമുക്ക് ആ കോളേ വേണ്ടെന്ന് പറഞ്ഞു. അതല്ലാത്ത ഡിഗ്രി കഴിഞ്ഞാലും 15 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്താൽ മതി, അവനെ ക്ലാർക്കാക്കാന്ന് പറഞ്ഞു. നമുക്ക് നിങ്ങളുടെ ജോലി വേണ്ടെന്ന് പറഞ്ഞു, പൈസ ഇങ്ങന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ഇതുവരെ തന്നില്ല. പണം തിരികെ ചോദിക്കുന്നവർക്കെതിരെ പീഡന പരാതികൾ നൽകി വൈശാഖൻ ആക്ഷേപിക്കുന്നതായും തട്ടിപ്പിനിരയായവർ ആരോപിക്കുന്നു. 2017-18 ഞാൻ പൈസ കൊടുക്കുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തിന് 2018 മാസത്തിൽ ഒക്ടോബർ ഇദ്ദേഹത്തിനെതിരെ വേറൊരു ചെക്ക് കേസിൽ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇത് മുന്നോട്ട് പോകുന്നില്ല, ഒരുപാട് ആൾക്കാരുടെ തട്ടിപ്പ് ഇടയായെന്ന് മനസ്സിലായി നമ്മുടെ പൈസ തിരിച്ചു ചോദിച്ചത്. ഈ തിരിച്ചു ചോദിക്കുമ്പോൾ അദ്ദേഹം നമുക്കെതിരെ കേസാണ്, ഓൺ ദി സ്പോട്ടിൽ കൊടുക്കുന്ന കേസാണ്. അദ്ദേഹത്തിനെ ആക്രമിക്കാൻ ചെന്നു, പീഡനം പോലുള്ള കേസുകളാണ് അദ്ദേഹം പറഞ്ഞത്. പണം നഷ്ടപ്പെട്ട 11ഓളം പേർ മുഖ്യമന്ത്രിക്കും മറ്റ് അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ കൂടുതൽ പേർ സഹകരണ സംഘത്തിന്റെ പേരിൽ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് സൂചന. പരാതിക്കാരുടെ ആരോപണങ്ങളെ സംബന്ധിച്ച് പ്രതികരിക്കാൻ വൈശാഖൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ന്യൂസ് 18 പത്തനംതിട്ട. കൊണ്ടോട്ടി കോട്ടുങ്കര PPM ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 ദിവസമായി നടക്കുന്ന റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എക്സ്പോ വിദ്യാർത്ഥികൾക്ക് കൗതുകമാകുന്നു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ 25-ലധികം റോബോട്ടിക് പ്രൊജക്ടുകളും റോബോട്ടിക് ഗെയിമുകളും എക്സ്പോയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് ഓറിയന്റേഷൻ ക്ലാസുകളും പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫിൻലാൻഡ് ടാലന്റ് ബൂസ്റ്റ് പദ്ധതിയിലേക്ക് ഇന്ത്യയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒരേയൊരു സ്റ്റാർട്ടപ്പ് ആയതിന്റെ പേരിൽ കേന്ദ്ര ധനകാര്യമന്ത്രി അടക്കമുള്ളവർ പ്രശംസിച്ച ഇന്റർവെൽ ലേണിംഗും PPMHSS കോട്ടുകര സ്കൂളും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ലോകം ടെക്നോളജിയിൽ കുതിക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ മാറ്റങ്ങൾ വേണമെന്ന് തിരിച്ചറിഞ്ഞ് വിദ്യാർത്ഥികളുടെ കഴിവുകളെ വികസിപ്പിക്കുകയും അവരുടെ ഭാവി സുരക്ഷിതമാക്കുകയും ചെയ്യുന്നതിനാണ് ഇന്റർവെൽ സ്കൂൾ സ്കിൽ ലാബ് എന്ന പ്രൊജക്ടിന്റെ ഭാഗമായി ഇങ്ങനെയൊരു എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് ഇന്റർവെല്ലിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പാഠപുസ്തകങ്ങളിലുള്ള കാര്യങ്ങളായിരുന്നു കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്. ഈ 6 വർഷത്തിനിടയ്ക്ക് ഏകദേശം 35,000-ലധികം കുട്ടികൾക്ക് ഏകദേശം 38 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സേവനങ്ങൾ കൊടുക്കാനായിട്ട് ഇന്റർവെല്ലിന് സാധിച്ചു. അപ്പോൾ കുട്ടികളിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ആണ്. കാരണം ഓരോ കുട്ടിയും വെളിയിലേക്ക് പോകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ, റോബോട്ടിക്സ്, AI പറ്റിയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഷോപ്പിംഗ് കാർട്ട് റോബോട്ട്, ലൈറ്റ് ഫ്ലോർ റോബോട്ട്, സ്മാർട്ട് ബോട്ട്, ഹാൻഡ് ഗസ്റ്റർ റോബോട്ട്, മിക്കി റോബോട്ട്, മാഗ്നറ്റിക് റോബോട്ട്, സ്പൈഡർ റോബോട്ട് തുടങ്ങിയ 50-ലധികം റോബോട്ടിക് ആശയങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇന്റർവെൽ ലേണിംഗുമായി ചേർന്ന് നടത്തുന്ന മേളയിൽ 5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ന്യൂസ് 18 മലപ്പുറം. സിനിമ ആസ്വാദകർക്ക് നവ്യാനുഭവം പകർന്ന് രാജ്യാന്തര നേച്ചർ ഫിലിം ഫെസ്റ്റിവലിന് ഇടുക്കി കട്ടപ്പനയിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിവൽ MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അരവിന്ദ് കുമാർ ഉദ്ഘാടനം ചെയ്തു.
വിളംബര റാലിയോടെയാണ് 6ാമത് റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായത്. കട്ടപ്പന നഗരസഭ മിനി സ്റ്റേഡിയത്തിൽ MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അരവിന്ദകുമാർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജും ബോട്ട് ക്ലബ് ഇന്റർനാഷണലും മഹാത്മാഗാന്ധി സർവകലാശാലയിലെ നാഷണൽ സർവീസ് സ്കീമും ചേർന്നാണ് ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നത്. ഫെസ്റ്റിവൽ ഡയറക്ടറും സംവിധായകനുമായ ജയരാജ് ചലച്ചിത്രമേളയുടെ സന്ദേശം നൽകി. മികച്ച പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കുള്ള ഗോൾഡൻ എലിഫന്റ് അവാർഡ് NS രാജപ്പന് കൈമാറി. ചലച്ചിത്ര താരങ്ങളായ ടിനി ടോം, കൈലാഷ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഫീച്ചർ, ഡോക്യുമെന്ററി, ഷോർട്ട് ഫിലിം എന്നീ വിഭാഗങ്ങളിലായി 20 രാജ്യങ്ങളിൽ നിന്നുള്ള 65ഓളം ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. CPM സമ്മേളന കാലയളവിൽ പൊതുചരിത്രമായി ഇടുക്കിയിലെ ഒരു വനിതാ ഏരിയ സെക്രട്ടറി. ഇടുക്കി ജില്ലയുടെ ആദ്യ വനിതാ ഏരിയ സെക്രട്ടറിയായി മുൻ മന്ത്രി MM മണിയുടെ മകൾ സുമ സുരേന്ദ്രനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. രാജാക്കാട് ഏരിയ സെക്രട്ടറിയായാണ് സുമ തെരഞ്ഞെടുക്കപ്പെട്ടത്. 1985 കാലയളവ് മുതൽ ഇടുക്കിയിൽ CPMനെ നയിച്ച മുതിർന്ന നേതാവ് MM മണിയുടെ 3ാമത്തെ മകളാണ് സുമ. രാജാക്കാട് നടന്ന ഏരിയ സമ്മേളനത്തിലാണ് ജില്ലയിലെ ആദ്യ വനിതാ ഏരിയ കമ്മിറ്റി അംഗത്തെ തെരഞ്ഞെടുത്തത്. 1993 പാർട്ടി അംഗമായ സുമ രാജേന്ദ്രൻ നിലവിൽ CPM ജില്ലാ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റുമാണ്. 2010 മുതൽ 15 വരെയുള്ള കാലത്ത് രാജകുമാരി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ചെറുപ്പം മുതൽ ഇടത് പ്രസ്ഥാനത്തിന്റെ ചിട്ടയായ പ്രവർത്തനങ്ങൾ കണ്ടുവളർന്ന തനിക്ക് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ തന്റെ സംഭാവനകൾ നൽകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതായി സുമ രാജേന്ദ്രൻ പറഞ്ഞു. CPMന്റെ ഏരിയ സെക്രട്ടറി എന്ന് പറയുമ്പോൾ സന്തോഷമാണ്. ആര് നോക്കിയാലും എനിക്ക് ആ കാര്യത്തിൽ സന്തോഷമുണ്ട്. എന്നെ പാർട്ടി ഇത്ര ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിന്. പക്ഷേ ഇതൊരു ചെറിയ പരിപാടിയല്ല. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും എല്ലാം വ്യത്യസ്തമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു പാർട്ടിയാണ് CPIM. 2021 വയനാട് ബത്തേരി ഏരിയ കമ്മിറ്റി രണ്ടാക്കിയപ്പോൾ മീനങ്ങാടി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട NP കുഞ്ഞുമോളാണ് CPMന്റെ സംസ്ഥാനത്തെ ആദ്യ വനിതാ ഏരിയ സെക്രട്ടറി. ന്യൂസ് 18 ഇടുക്കി. കണ്ണൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രികന് പരിക്ക്. മയിൽ കൊളച്ചേരിമുക്ക് പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം. കമ്പിൽ ഭാഗത്ത് നിന്ന് വരികയായിരുന്ന കാറും കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. പട്ടാമ്പി പോലീസ് സ്റ്റേഷന് സമീപം പെട്ടി ഓട്ടോറിക്ഷ സ്വകാര്യ ബസ്സിലിടിച്ച് വിദ്യാർത്ഥിനിക്ക് പരിക്ക്. ബസ് സ്റ്റോപ്പിൽ നിർത്തി ആളെ ഇറക്കുന്നതിനിടയിൽ ഓട്ടോ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. ബസ്സിൽ നിന്നിറങ്ങിയ വിദ്യാർത്ഥിനിക്കാണ് പരിക്കേറ്റത്. പാലക്കാട് വല്ലപ്പുഴ പൂവക്കുഴി ഗ്രാമം അംബേദ്കർ ഗ്രാമമാകുന്നു. പട്ടികജാതി വകുപ്പിന്റെ നേതൃത്വത്തിൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കും. മുഹമ്മദ് മൂസിൻ MLAയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിക്കുകയും യോഗം ചേരുകയും ചെയ്തു. 80ഓളം കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. കുടിവെള്ള വിതരണം, മെച്ചപ്പെടുത്തൽ, റോഡ്, ഡ്രൈനേജ്, കിണർ എന്നിവയുടെ നിർമ്മാണം, വീടുകളുടെ നവീകരണം അടക്കമുള്ളവ നടപ്പാക്കും. കോഴിക്കോട് ആവളമഠത്തിൽ റോഡിലെ സ്ലാബിനടിയിൽ യാത്രക്കാരന്റെ കാൽ കുടുങ്ങി. അപകടത്തിൽപ്പെട്ട ഗിരീഷിനെ നാട്ടുകാർ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് പൈപ്പുകൾ മാറ്റി രക്ഷപ്പെടുത്തിയത്. ഇടമുളയ്ക്കൽ സഹകരണ ബാങ്ക് ക്രമക്കേട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ ഇഡിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകണമെന്നും ഇഡിയോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. പ്രതികളെ അറസ്റ്റ് ചെയ്തോ എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങളും പ്രതികളുടെ സ്വത്ത് വിവരങ്ങളും സർക്കാർ അറിയിക്കണം. പ്രതികളുടെ സ്വത്തുക്കൾ ക്രയവിക്രയം നടത്തുന്നതിനും ഹൈക്കോടതിയുടെ വിലക്കുണ്ട്. നിക്ഷേപം തിരികെ ആവശ്യപ്പെട്ട് സഹകാരി നൽകിയ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. ക്രിസ്മസ് പുതുവത്സര സമയത്ത് മറുനാട്ടിലുള്ള മലയാളികളുടെ യാത്ര പ്രതിസന്ധിയിലാകും. മിക്ക ട്രെയിനുകളിലെയും റിസർവേഷൻ കഴിഞ്ഞു. ബസ് ചാർജ് റോക്കറ്റ് പോലെ ഉയരുകയാണ്. സ്പെഷ്യൽ ട്രെയിനുകളും ബസ്സുകളും സർവീസ് നടത്തുക മാത്രമാണ് പോംവഴി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ക്രിസ്മസിന് നാട്ടിലേക്ക് വരേണ്ടവർ ഏറെയാണ്. ഇപ്പോഴേ ബംഗളൂരു, മൈസൂരു, ചെന്നൈ, ഡൽഹി, മുംബൈ, ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ട്രെയിനുകളിലൊന്നും ഡിസംബർ 20 ശേഷം ടിക്കറ്റ് ബാക്കിയില്ല. ചെന്നൈ തിരുവനന്തപുരം മെയിലിൽ സ്ലീപ്പറിൽ വെയിറ്റിംഗ് ലിസ്റ്റ് 200 മുകളിലായി.
23-ന് അനന്തപുരിയിൽ 400 കടന്നു. ബംഗളൂരിൽ നിന്നുള്ള ഐലൻഡ്, മൈസൂരു കൊച്ചുവേളി, ഹൈദരാബാദിൽ നിന്നുള്ള ശബരി എക്സ്പ്രസ്സുകളിലും 25-ാം തീയതി വരെ ടിക്കറ്റ് ഇല്ല. കേരളത്തിലെ 2 വന്ദേ ഭാരത് ട്രെയിനുകളിലും ഈ ദിവസങ്ങളിൽ ടിക്കറ്റ് ഇല്ല. സാധാരണഗതിയിൽ ആഘോഷവേളകളിൽ ഉണ്ടാകുന്ന യാത്രാദുരിതം ഇപ്രാവശ്യവും പുതുവത്സരവും ക്രിസ്മസും പ്രമാണിച്ച് വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരിക്കുന്നു. നമുക്ക് ആവശ്യമായ ട്രെയിനുകളില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത. അതേപോലെ തന്നെ ഉള്ള ട്രെയിനുകൾക്കാണെങ്കിൽ കോച്ചുകൾ വേണ്ടത്ര ഇല്ല. അപ്പോൾ നിലവിലുള്ള കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അതേപോലെ തന്നെ പുതിയ ട്രെയിനുകൾ അനുവദിക്കുകയും ചെയ്യുന്നതിന് പുറമെ സ്പെഷ്യൽ ട്രെയിനുകളുടെ എണ്ണം വളരെയധികം കൂട്ടുക. ബസ് യാത്രയും എളുപ്പമാകില്ല. ട്രെയിൻ ടിക്കറ്റുകൾ വിറ്റുതീർന്നതോടെ ബസ് ഓപ്പറേറ്റർമാർ നിരക്ക് കുത്തനെ കൂട്ടി. തിരുവനന്തപുരം ബംഗളൂരു ബസ് നിരക്ക് 3500 മുതൽ 5000 വരെ എത്തി. തിരക്ക് കൂടുന്നതോടെ ഇനിയും കൂടും. ശബരിമല സീസൺ കൂടിയായതോടെ കൂടുതൽ ട്രെയിൻ ബസ് സർവീസുകൾ നടത്തിയാൽ മാത്രമേ കീശ കാലിയാകാതെ മലയാളിക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ വീടുകളിലെത്താൻ പറ്റൂ. KSRTCയും കർണാടക RTCയും കൂടുതൽ സർവീസ് നടത്തുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിച്ചതോടെ ടോൾ പ്ലാസയ്ക്ക് മുൻപിൽ നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധവുമായി എത്തി. തുടർന്ന് നടത്തിയ ചർച്ചയിൽ ടോൾ പിരിവ് നിർത്തിവെച്ചു. നേരത്തെ പ്രദേശവാസികൾക്ക് ടോൾ ഇളവ് നൽകിയിരുന്നു. ഈ ഇളവ് ഇന്ന് അവസാനിച്ചതോടെയാണ് വീണ്ടും ടോൾ പിരിക്കാൻ നീക്കം നടന്നത്. രാജ്യാന്തര നേച്ചർ ഫിലിം ഫെസ്റ്റിവലിൽ കട്ടപ്പനയിൽ തുടരുന്നു. MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അരവിന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജും ബേർഡ്സ് ക്ലബ്ബ് ഇന്റർനാഷണലും മഹാത്മാഗാന്ധി സർവകലാശാലയിലെ നാഷണൽ സർവീസ് സ്കീമുമാണ് സംഘാടകർ. നടന്മാരായ ടിനി ടോം, കൈലാസ് എന്നിവർ മുഖ്യാതിഥികളായി. ഫീച്ചർ ഡോക്യുമെന്ററി, ഷോർട്ട് ഫിലിം എന്നീ വിഭാഗങ്ങളായി 20 രാജ്യങ്ങളിൽ നിന്നുള്ള 65ഓളം ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. ഓൾ ഇന്ത്യ മെഡിക്കൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാർഷികാഘോഷം കോഴിക്കോട് നടന്നു. അമിഗോസ് 2K എന്ന പേരിലായിരുന്നു പരിപാടി. തളയിൽ നടന്ന പരിപാടി ചെയർമാൻ KP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ കേരള പോലീസിന്റെ നോ നെവർ എന്ന ലഹരി വിരുദ്ധ പരിപാടിയുടെ ലോഗോ പ്രകാശനം ജനമൈത്രി പോലീസ് ബീറ്റ് ഓഫീസർ PK രതീഷ് നിർവഹിച്ചു. പാലക്കാട് തൃത്താലയിൽ ഹജ്ജിന് പോകുന്നവർക്കായി പരിശീലന ക്ലാസുകൾക്ക് തുടക്കമായി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയാണ് നേതൃത്വം നൽകുന്നത്. മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഓർഗനൈസർ KP ജാഫർ അധ്യക്ഷനായി. പള്ളിത്തർക്ക കേസിൽ ഓർത്തഡോക്സ് സഭ വിട്ടുവീഴ്ചയ്ക്കെന്ന സൂചന. കുറ്റവും കുറവുകളും മറക്കണമെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ. പെരുമ്പാവൂരിൽ നടന്ന മലങ്കര വർഗീസ് അനുസ്മരണ യോഗത്തിലായിരുന്നു കാത്തോലിക്ക ബാവയുടെ ആഹ്വാനം. സഭാ തർക്ക കേസിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ കോടതി വിധി നടപ്പാക്കാനിരിക്കെയാണ് സഭാധ്യക്ഷന്റെ പുതിയ നിലപാട്. ഇരുണ്ട മനസ്സുകളായി മാറുന്നത് നമുക്ക് മലങ്കര സഭാ മക്കൾക്ക് ഭൂഷണമല്ല. അങ്ങനെയുള്ള സഭാമക്കൾ ആ സത്യം തിരിച്ചറിഞ്ഞ് കുറവുകളും കുറ്റങ്ങളുമൊക്കെ ആർക്കും വരാം. അതൊക്കെ ഓരോ കാലഘട്ടത്തിൽ വൈകാരികമായ ചില അനുഭവങ്ങൾ കൂടി കടന്നു പോകാം. പക്ഷേ അതെല്ലാം തിരിച്ചറിഞ്ഞ് സമാധാനത്തിനും സന്തോഷത്തിനും സഭയുടെ ഐക്യതയ്ക്കും വേണ്ടി നിലകൊള്ളുവാൻ എല്ലാവരും തയ്യാറാകണം. അങ്ങനെയാണ് സഭയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകുന്നത്. അതിനെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും അത് ഉൾക്കൊള്ളുവാൻ തയ്യാറാകണം. അപ്രകാരമാണ് സഭയ്ക്ക് വളരുവാൻ സാധിക്കുന്നത്. നാം ഒരുമിച്ച് നിൽക്കുമ്പോൾ വലിയൊരു ശക്തിയായി വലിയ ഒരു സഭയായി വളരുവാനും മാർത്തോമാ ശ്ലീഹ നമ്മെ ഏൽപ്പിച്ച ക്രിസ്തീയ ദൗത്യങ്ങൾ ശരിയാവണ്ണം ഈ ഭാരതത്തിൽ നിർവഹിക്കുവാനും നമുക്ക് സാധിക്കും. അതിനുള്ളതായ നല്ല നാളെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ടോം കുര്യാക്കോസ് ചേരുന്നു വിവരങ്ങളുമായി. ടോം, കുറ്റവും കുറവുമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, അത് മറക്കുകയാണ് വേണ്ടതെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ തന്നെ പറയുമ്പോൾ പള്ളിത്തർക്ക കേസ് ഒരു വിട്ടുവീഴ്ചയിലേക്ക് കടക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? എന്താണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം? എന്താണ് മനസ്സിലാക്കേണ്ടത്? പതിറ്റാണ്ടുകളായി പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിൽ നിലനിൽക്കുന്ന ഈ തർക്കത്തിനാണ്
ഇപ്പോൾ ഒരു സമവായ സാധ്യത ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ തുറന്നിട്ടിരിക്കുന്നത്. അതായത് ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിൽ ഐക്യം ഉണ്ടാകണമെന്നൊരു സന്ദേശമാണ് ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറ്റങ്ങളും കുറവുകളും മറന്ന് ഐക്യം ഉണ്ടാകണമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതായത് പെരുമ്പാവൂരിൽ നടന്ന മലങ്കര വർഗീസ് അനുസ്മരണ യോഗത്തിലാണ് ഈ കാതോലിക്ക ബാവയുടെ ഈ സമാധാനത്തിനുള്ള ആഹ്വാനം. ഈ മലങ്കര സഭയിൽ വ്യവസ്ഥാപിത സമാധാനം വേണമെന്ന് അദ്ദേഹത്തിന്റെ ഈ സന്ദേശത്തിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും പാത്രിയാർക്കീസ് ബാവയുടെ കേരള സന്ദർശനം ഉടൻ തന്നെ നടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ഓർത്തഡോക്സ് സഭയുടെ ഈ നയമാറ്റം ഈ പള്ളി തർക്കത്തിൽ ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ദിവസമാണ് ഓർത്തഡോക്സ് യാക്കോബായ തർക്കം നിലനിൽക്കുന്ന 6 പള്ളികളുടെ ഭരണം ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായത്. അത് യാക്കോബായ സഭയ്ക്ക് തിരിച്ചടിയാവുന്ന ഒരു രീതിയിലുള്ള നടപടിയായിരുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എറണാകുളം, പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിലെ 6 പള്ളികൾ കൈമാറണമെന്ന് ഈ ഉത്തരവിൽ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ യാക്കോബായ സഭാധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഈ രീതിയിൽ വിട്ടുവീഴ്ചയ്ക്ക് എല്ലാം മറന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നൊരു സന്ദേശം നൽകുന്നത് സഭയിൽ ഒരു ഐക്യത്തിനുള്ള അല്ലെങ്കിൽ സമാധാനത്തിനുള്ള ഒരു വഴി തുറന്നിടുകയാണ്. പല രീതിയിൽ സംസ്ഥാന സർക്കാർ നേരത്തെ കോടതിയെ ബോധിപ്പിച്ച കാര്യമുണ്ടായിരുന്നു. ഈ പള്ളി പിടിച്ചെടുക്കുക അല്ലെങ്കിൽ ഈ പള്ളി തർക്കത്തിൽ തീർപ്പൊഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ പള്ളി കേസിലെ കോടതി വിധി നടപ്പാക്കുന്ന കാര്യത്തിൽ സാവകാശം വേണമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. അതിനിടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള പല രീതിയിലുള്ള ചർച്ചകളും നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഓർത്തഡോക്സ് സഭ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന സന്ദേശം നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായി ഒരു പതിറ്റാണ്ടുകളായി സഭകൾ തമ്മിലുള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ അല്ലെങ്കിൽ ഒരു സമവായ സാധ്യത ഇവിടെ തുറന്നിടുകയാണ് ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ. നേരത്തെ ഓർത്തഡോക്സ് സഭ യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ല ഈ വിഷയത്തിൽ. പള്ളികൾ വേണം, തങ്ങൾക്ക് നഷ്ടപ്പെട്ട പള്ളികൾ തിരിച്ചു വേണം എന്നൊരു നിലപാടിനായി അവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അദ്ദേഹം നയം മാറ്റിയിരിക്കുന്നത് ഈ കേസിൽ പള്ളി തർക്ക കേസിലടക്കം ഏറെ നിർണായകമാണ്. ശരി, ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാസർകോട് പൂവച്ചക്കാട് പ്രവാസി വ്യവസായി MC ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു. മന്ത്രവാദിനിയായ യുവതി ഉൾപ്പെടെ 4 പേരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. മന്ത്രവാദത്തിന് നൽകിയ സ്വർണം തിരിച്ചു ചോദിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. 2023 ഏപ്രിൽ 14 പുലർച്ചെയാണ് പൂച്ചക്കാട് സ്വദേശി ഗഫൂർ ഹാജിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വാഭാവിക മരണമെന്ന് കരുതി സംസ്കാരം നടത്തിയെങ്കിലും സംശയം തോന്നിയ മകൻ അഹമ്മദ് മുസിമ്മിലിൽ ബേക്കൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് കണ്ടെത്തി. ഇതാണ് കേസിൽ വഴിത്തിരിവായത്. കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചാണ് പ്രതികളെ പിടികൂടിയത്. മന്ത്രവാദിനിയായ മാങ്ങാട് കൂളികുന്ന് സ്വദേശിനി ഷമീമ എന്ന ജിന്നുമ്മ, ഇവരുടെ ഭർത്താവ് ഉബൈസ്, പൂച്ചക്കാട് സ്വദേശിനി അസ്നിഫ, മധൂർ സ്വദേശിനി ഐഷ എന്നിവരാണ് പ്രതികൾ. ഗഫൂർ ഹാജിയിൽ നിന്ന് ഷമീമ 600 പവനോളം സ്വർണം കൈക്കലാക്കിയിരുന്നു. തട്ടിപ്പ് മനസ്സിലാക്കിയ ഗഫൂർ സ്വർണം തിരിച്ചു ചോദിച്ചതോടെയാണ് സംഘം കൊലപാതകം നടത്തിയത്. വീണ്ടും മന്ത്രവാദം നടത്തണമെന്ന് വിശ്വസിപ്പിച്ചാണ് സംഘം ഗഫൂർ ഹാജിയുടെ വീട്ടിൽ എത്തിയത് എന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. തല ചുമരിൽ ഇടിച്ചാണ് കൊലപാതകം നടത്തിയത് എന്ന് പ്രതികൾ മൊഴി നൽകി. കുടുംബാംഗങ്ങളിൽ നിന്ന് ഗഫൂർ ഹാജി സ്വരൂപിച്ച സ്വർണമാണ് സംഘം തട്ടിയെടുത്തത്. ജിന്നുമ്മ എന്ന് പറയുന്ന സ്ത്രീ 596 പവനാണ് അവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത്. അത് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ പറയുമായിരിക്കും. 2 വർഷമായി ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ആളാണ് ജിന്നുമ്മ. ഈ ജിന്നുമ്മ ഇത്രയും സ്വർണം അവിടുന്ന് അപഹരിച്ചു. ഈ കുടുംബവുമായി നല്ല ബന്ധങ്ങളുണ്ടാക്കി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്വർണം നഷ്ടപ്പെട്ടത് ഇവർ ലാവിഷായി ജീവിച്ചു. ഇവരുടെ ആഡംബര ജീവിതം ഇത്തരം ഒരുപാട് ആളുകളെ ചീറ്റ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ കൊലപാതകമെന്ന് ഞങ്ങൾ ഉറച്ചു പറഞ്ഞിട്ടുള്ളത്. ഷമീമ നിരവധി കേസുകളിൽ പ്രതിയാണ്. 2014 ഹണി ട്രാപ്പ് കേസിൽ പ്രതിയായ ഇവർ കാസർഗോഡ് വ്യാപാരിയിൽ നിന്നും 40 ലക്ഷം രൂപ തട്ടിയെടുത്തിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. ഗോൾഡ് റേറ്റ് കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7130, പവൻ 57,040.
സ്വർണ്ണ 18 ക്യാരറ്റ് ഗ്രാമിന് 5895, പവന് 47,760. വെള്ളി ഗ്രാമിന് 99, കിലോയ്ക്ക് 99,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. പൂർണ്ണമാകുന്നു സകലമാന കേരളം. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.